വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSEBയുടെ സ്പെഷ്യൽ GK പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ടും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനോടൊപ്പം നമ്മുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ പള്ളിവാസൽ, ജില്ല ഇടുക്കി. രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. എൻ്റെ സബ് എഴുതിയിട്ടിരിക്കുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും ഇടുക്കിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയിലാണ്. അന്നേരം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി എവിടാണ് സ്ഥിതി ചെയ്യുന്നത്? മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കല്ലടയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കല്ലട, കൊല്ലം. അന്നേരം ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലം. ജില്ലയും ചോദിച്ചിട്ടുണ്ട്, സ്ഥലവും കയറി ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, ജില്ല പാലക്കാട്. ജില്ലയും ചോദിച്ചിട്ടുണ്ട്, അണക്കെട്ടിന്റെ പേരും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, പാലക്കാട്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറ്, പത്തനംതിട്ട ജില്ല. രണ്ടും പഠിച്ചു വെച്ചിരിക്കണം. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറ്, പത്തനംതിട്ട. ഇനി കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ, ഇടുക്കി. രണ്ടും തിരിഞ്ഞു പോകാതെ പഠിച്ചു നോക്കുക. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറ്, പത്തനംതിട്ട ജില്ലയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂത്തുങ്കൽ, ഇടുക്കി. നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ജനീവ. WHO ആസ്ഥാനം ജനീവ. അന്നേരം UN കുറച്ച് സംഘടനകളും ആ സംഘടനകളിലെ ആസ്ഥാനങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. UN ആസ്ഥാനം ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കാണ്. UN യൂറോപ്യൻ ആസ്ഥാനം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ UN യൂറോപ്യൻ ആസ്ഥാനം ജനീവ. UN യൂറോപ്യൻ ആസ്ഥാനം ജനീവ, അത് സ്വിറ്റ്സർലൻഡ് ആണ്. നോക്കിക്കോണേ, UN ആസ്ഥാനം എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ന്യൂയോർക്ക് ചോദിച്ചിട്ടുണ്ട്. UN യൂറോപ്യൻ ആസ്ഥാനം എന്നാണ് വരുന്നതെങ്കിൽ എവിടാണ്? ജനീവയാണ്. രാജ്യം സ്വിറ്റ്സർലൻഡ്. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. അന്നേരം IMFന്റെയും വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടാണ്? വാഷിംഗ്ടൺ DC. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, ഫ്രാൻസ്. പാരീസ് എന്നേ വന്നിട്ടുള്ളൂ, നമ്മൾ രാജ്യം ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യുനെസ്കോയുടെ ആസ്ഥാനം എവിടാണ്? പാരീസ്, ഫ്രാൻസ്. അതൊരു ക്വസ്റ്റ്യൻ. WHO ആസ്ഥാനം ജനീവ. UN ആസ്ഥാനം ന്യൂയോർക്ക്. UN യൂറോപ്യൻ ആസ്ഥാനം ജനീവ. രാജ്യമാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ സ്വിറ്റ്സർലൻഡ് ആണ് ആൻസർ. ഇനി IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, ഫ്രാൻസ് ആണ്. ഇനി പരീക്ഷയ്ക്ക് യുനെസ്കോയുടെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്. യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ആണ് യുനെസ്കോയുടെ ഫുൾ നെയിം.
ഓക്കെ. അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. നമ്മൾ മുമ്പ് IMF പറഞ്ഞില്ല, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആണ്. WTOയുടെ ആസ്ഥാനം ജനീവ. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടാണ്? ജനീവയാണ്. ഇനി യുനിസെഫ്, UNISEF, യുനിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. യുനിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. നമ്മൾ യുനെസ്കോ പറഞ്ഞു, അതിന്റെ ഫുൾ നെയിം പറഞ്ഞതുപോലെ തന്നെയാണ്. യുനിസെഫിന്റെ ഫുൾ നെയിം യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. അന്നേരം യുനിസെഫിന്റെ ഫുൾ നെയിം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് എന്നാണ്. ഇനി UNDP, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. എന്നിട്ട് D ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കാണ്. ഇനി UNEP, യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം, ആസ്ഥാനം നെയ്റോബി, കെനിയ. രണ്ടും പഠിച്ചു വെച്ചിരിക്കുക. ഈ പ്രോപ്പർ സ്ഥലവും ചോദിച്ചിട്ടുണ്ട്, കെനിയയും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം നെയ്റോബി, കെനിയ. ഇനി യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. ഓക്കെ. യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം നെയ്റോബി, കെനിയ. യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കാണ്. ഓക്കെ. എന്നിട്ട് യുനെസ്കോ ആസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. യുനെസ്കോയുടെ ആസ്ഥാനം എവിടാണ്? പാരീസ്, ഫ്രാൻസ്. യുനെസ്കോയുടെ ഫുൾ നെയിം ചോദിച്ചാൽ യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. WTOയുടെ ആസ്ഥാനം ഏതാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ. യുനിസെഫ് ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആസ്ഥാനം ന്യൂയോർക്ക്. UNDP ന്യൂയോർക്ക്. UNEP നെയ്റോബി. UNEPയുടെ ആസ്ഥാനം എവിടാണ്? നെയ്റോബിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇസ്രയേലിന്റെ പാർലമെന്റിന്റെ പേര്. ഇസ്രയേലിന്റെ പാർലമെന്റിന്റെ പേര് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഈ പാർലമെന്റുകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാജ്യങ്ങൾ, തലസ്ഥാനം, നാണയം പഠിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇത് അടുത്തത് പാർലമെന്റ്. ഇസ്രയേലിന്റെ പാർലമെന്റിന്റെ പേര് നെസറ്റ് എന്നാണ്. ഇസ്രയേലിന്റെ പാർലമെന്റ് പേരെന്താണ്? നെസറ്റ് എന്നാണ്. ഓക്കെ. ഇനി കുറച്ച് രാജ്യങ്ങളും പാർലമെന്റുകളാണ് നമ്മൾ പോകുന്നത്. ഇതിൽ യുഎസ്എയുടേത് കോൺഗ്രസ്. യുഎസ്എയുടെ പാർലമെന്റിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. ഇറാന്റെ പാർലമെന്റിന്റെ പേര് മജ്ലിസ് എന്നാണ്. ഇറാന്റെ പാർലമെന്റിന്റെ പേര് ഏതാണ്? മജ്ലിസ് എന്നാണ്. ഇറാന്റെ പാർലമെന്റിന്റെ പേര് മജ്ലിസ് എന്നാണ്. ഇനി ജപ്പാന്റെ പാർലമെന്റിന്റെ പേര് ഡയറ്റ്. റിപ്പീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ജപ്പാന്റെ പാർലമെന്റിന്റെ പേര് ഏതാണ്? ഡയറ്റ് ആണ്. റഷ്യയുടെ പാർലമെന്റ് ഡ്യൂമയാണ്. റഷ്യയുടെ പാർലമെന്റ് ഏതാണ്? ഡ്യൂമ. നേപ്പാളിൻ്റെത് നാഷണൽ പഞ്ചായത്ത്. നേപ്പാളിൻ്റെത് നാഷണൽ പഞ്ചായത്താണ്. ഫ്രാൻസിൻ്റെത് നാഷണൽ അസംബ്ലി. തിരിഞ്ഞു പോലെ നേപ്പാൾ നാഷണൽ പഞ്ചായത്ത്. നേപ്പാൾ പഞ്ചായത്ത് നാഷണൽ പഞ്ചായത്ത്. ഫ്രാൻസ് നാഷണൽ അസംബ്ലി. ഫ്രാൻസിൻ്റെ എന്താണ്? നാഷണൽ അസംബ്ലിയാണ്. ഓക്കെ. ഇനി അടുത്ത കുറച്ച് പാർലമെന്റിന്റെ പേരും കൂടെ ഉണ്ട്. ബ്രസീലിൻ്റെത് നാഷണൽ കോൺഗ്രസ് എന്നാണ്. ബ്രസീലിൻ്റെ പാർലമെന്റിന്റെ പേര് നാഷണൽ കോൺഗ്രസ് എന്നാണ്. ബ്രസീലിൻ്റെ പാർലമെന്റിന്റെ പേര്. ഇനി ബ്രിട്ടൻ്റെത് പാർലമെന്റ് എന്ന് തന്നെയാണ്. ബ്രിട്ടൻ്റെ എന്താണ്? പാർലമെന്റ് എന്നാണ്. പാർലമെന്റ്. ബ്രിട്ടൻ്റെ പാർലമെന്റിന്റെ പേര് പാർലമെന്റ് എന്ന് തന്നെയാണ്. ചൈനയുടേത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ചൈനയുടേത് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. നമ്മൾ മുമ്പേ ജപ്പാന്റെ പറഞ്ഞില്ലേ, ജപ്പാന്റെ പാർലമെന്റ് ഡയറ്റ്, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ചൈനയുടെ പാർലമെന്റിന്റെ പേര് നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ഓക്കെ. അടുത്തത് ഓസ്ട്രേലിയയുടെ പാർലമെന്റ് ഫെഡറൽ പാർലമെന്റ്. ഓസ്ട്രേലിയ തിരിഞ്ഞുപോലെ
ഓസ്ട്രേലിയയുടെ പാർലമെന്റിന്റെ പേര് ഫെഡറൽ പാർലമെന്റും ഓസ്ട്രിയയുടെ പാർലമെന്റിന്റെ പേര് ഫെഡറൽ അസംബ്ലി എന്നാണ്. ഓസ്ട്രിയയുടെ പാർലമെന്റിന്റെ പേര് ഫെഡറൽ അസംബ്ലി എന്നാണ്. തിരിഞ്ഞു പോകാതെ പഠിച്ചു വെക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസ്ട്രിയ, വിയന്ന തലസ്ഥാനം, അതിന്റെ നാണയങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓസ്ട്രിയയുടെ പാർലമെന്റിന്റെ പേര് ഫെഡറൽ അസംബ്ലി. ആ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പിന്നെ രാജ്യങ്ങൾ, തലസ്ഥാനങ്ങൾ, നാണയങ്ങൾ എഴുതിയതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ പാർലമെന്റ് കൂടെ എഴുതി ചേർത്ത് അങ്ങ് പഠിച്ചു കൊടുത്താൽ മതി. അന്നേരം ഓസ്ട്രേലിയയുടെ പാർലമെന്റിന്റെ പേര് ഫെഡറൽ പാർലമെന്റ്. ഓസ്ട്രേലിയ ഫെഡറൽ പാർലമെന്റും ഓസ്ട്രിയയുടേത് ഫെഡറൽ അസംബ്ലി എന്നാണ്. നമുക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, ഇസ്രയേൽ പാർലമെന്റിന്റെ പേര് നെസറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി രാജ്യങ്ങളും പാർലമെന്റുകളും. USA കോൺഗ്രസ്, ഇറാൻ്റെത് മജ്ലിസ് ആണ്, ജപ്പാൻ്റെത് ഡയറ്റ് ആണ്, റഷ്യയുടേത് ഡ്യൂമയാണ്, നേപ്പാളിൻ്റെത് നാഷണൽ പഞ്ചായത്താണ്, ഫ്രാൻസിൻ്റെത് നാഷണൽ അസംബ്ലിയാണ്. ഫ്രാൻസിൻ്റെത് നാഷണൽ അസംബ്ലിയാണ്. ഓക്കെ, അടുത്തത് ബ്രസീലിൻ്റെത് നാഷണൽ കോൺഗ്രസ്. ബ്രസീലിൻ്റെത് നാഷണൽ കോൺഗ്രസ്. ബ്രിട്ടൻ്റെത് പാർലമെന്റ് എന്നാണ് ആ പാർലമെന്റിന്റെ പേര്. ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്. ഓസ്ട്രേലിയയുടേത് ഫെഡറൽ പാർലമെന്റ്. ഓസ്ട്രിയയുടേത് ഫെഡറൽ അസംബ്ലി എന്നാണ്. ഓസ്ട്രിയയുടെ എന്താണ്? ഫെഡറൽ അസംബ്ലി എന്നാണ്. അടുത്ത നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേര്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫീൽഡിൽ. അതിർത്തി രേഖകൾ. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേരാണ് മക്മോഹൻ രേഖ. ഇവിടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ, കായാണ്, മന്നല്ല, മക്മോഹൻ രേഖയാണ്. ഇനി കുറച്ച് രാജ്യങ്ങളും ആ രാജ്യങ്ങളുടെ മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രേഖകളുടെ പേരും കൂടാണ് നോക്കുന്നത്. ഓക്കെ, റാഡ്ക്ലിഫ് രേഖ. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഓക്കെ, അടുത്തത് ഡ്യൂറന്റ് രേഖ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഓക്കെ, റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി വേർതിരിക്കുന്നു. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി വേർതിരിക്കുന്നു. പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും. തിരിഞ്ഞു പോകരുത്. പാക് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ വേണേൽ പാകിസ്ഥാൻ എന്നൊക്കെ അവിടെ എഴുതി വെക്കും. പാക് കടലിടുക്ക് ഇന്ത്യയും ശ്രീലങ്കയും. അടുത്ത ഡ്യൂറന്റ് രേഖ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെയും. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനും. അടുത്ത 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 8 ഡിഗ്രി ചാനലാണ്. അടുത്തത് തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ ഇടനാഴി. തീൻ ബേഗ കോറിഡോർ ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നു. ആരൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നത് തീൻ ബേഗ കോറിഡോർ ആണ്. ഓക്കെ, അടുത്തത് മാജിനോട്ട് രേഖ ജർമ്മനിയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നു. മാജിനോട്ട് രേഖ ജർമ്മനിയെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ഇത് മാജിനോട്ട് രേഖ. ഓക്കെ, എന്നൊരു ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ രേഖ. അതിർത്തി രേഖകൾ ലോകരാഷ്ട്രങ്ങളുമാണ് നമ്മൾ അടുത്തത്. റാഡ്ക്ലിഫ് ഇന്ത്യ പാകിസ്ഥാൻ. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. പാക് കടലിടുക്ക് ഇന്ത്യ ശ്രീലങ്ക. 8 ഡിഗ്രി ചാനൽ ഇന്ത്യ മാലിദ്വീപ്. തീൻ ബേഗ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ്. മാജിനോട്ട് രേഖ ജർമ്മനി ഫ്രാൻസ്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കൊല്ലം ജില്ലയിലാണ്. തെന്മല ജില്ലയല്ല നമുക്ക് പ്രാധാന്യം. ആ ഇക്കോ ടൂറിസം പദ്ധതിയുടെ പേരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മല, കൊല്ലം. അതുമായി ബന്ധപ്പെട്ട 2-3 ക്വസ്റ്റ്യനുകൾ നമുക്കുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല.
ഓക്കെ. എന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. അടുത്ത ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല, കൊല്ലം. ഓക്കെ. അടുത്ത കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഇത് പറയാൻ കാരണമായ ഒരു ക്വസ്റ്റ്യൻ ഈ തെന്മല തന്നെയാണ്. ഓക്കെ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏതാണ്? ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ചെന്തുരുണി. രണ്ടും ക്വസ്റ്റ്യൻ ആണേ. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി. രണ്ട് ക്വസ്റ്റ്യൻ. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാലും ചെന്തുരുണിയാണ്. ഓക്കെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തെന്മല എക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? തെന്മല എക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെന്തുരുണി, കൊല്ലം എന്ന് നല്ലവണ്ണം ഓർത്തു വെക്കുക. അങ്ങനെ തെന്മല എക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചെന്തുരുണി. ഒരു സെക്കൻഡ്. അതിനകത്ത് എന്തോ എഴുതി കാണിക്കുന്നു കേട്ടോ, എന്തോ എഴുതി കാണിക്കുന്നു. അത് എന്തോ എഴുതി കാണിച്ചിട്ട് ചെക്കിംഗ് എന്നും പറഞ്ഞ് എഴുതി കാണിച്ചേ. ഇപ്പൊ അങ്ങ് പോയി. ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് ആണോ? ആ, ഇങ്ങനെ എഴുതി കാണിക്കുന്നു. തെന്മല എക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചെന്തുരുണി, കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജിയെ വധിച്ച തീവ്രവാദി. സിമ്പിൾ ജികെയാണ്. ഗാന്ധിജിയെ വധിച്ച തീവ്രവാദി നാഥൂറാം വിനായക് ഗോഡ്സെ ആണ്. നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ പറ്റി കുറച്ച് ക്വസ്റ്റ്യനുകൾ, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ്. ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ. എനിക്ക് ഇഷ്ടം പോലെ നമ്മൾ ചോദിക്കുന്നതാണ്. ഗാന്ധിജി ജനിച്ച സ്ഥലം പോർബന്ദർ, ഗുജറാത്ത്. ഇനി അദ്ദേഹത്തിന്റെ ജനന വർഷവും ഡേറ്റും പ്രീവിയസ് ആണ്. 1869 ഒക്ടോബർ 2 ജനനം. എന്നാണ് 1869 ഒക്ടോബർ 2 ആര് ജനിച്ചത്? ഗാന്ധിജി ജനിച്ചത്. മരണം 1948 ജനുവരി 30. ഓക്കെ. പിന്നെ വർഷങ്ങൾ മറന്നു പോകരുത്. ജനനം 1869 ഒക്ടോബർ 2, മരണം 1948 ജനുവരി 30. ഓക്കെ. ഇനി ഗാന്ധിജി വെടിയേറ്റു മരിച്ച സ്ഥലം ചോദിച്ചിട്ടുള്ളതാണ്. ബിർള ഹൗസ്, ഡൽഹി. അന്നേരം ഡൽഹിയിലെ ബിർള ഹൗസിലാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലം. ഇനി ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഹേ റാം. അന്നേരം ഗാന്ധിജിയെ വധിച്ച തീവ്രവാദി നാഥൂറാം വിനായക് ഗോഡ്സെ. ഗാന്ധി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിൽ. വർഷം 1869 ഒക്ടോബർ 2, മരണം 1948 ജനുവരി 30. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലത്തിന്റെ പേര് ബിർള ഹൗസ് എന്നാണ്, ന്യൂഡൽഹി. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം എന്നാണ്. ഓക്കെ. ഇനി ഗാന്ധിജി എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഗാന്ധിജി എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്? 5 തവണ. ഇതൊക്കെ പ്രീവിയസ് ആണ്, നോബൽ കിട്ടിയില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഗാന്ധിജിയെ എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ചോദിച്ചിട്ടുള്ളതാണ്. ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഓക്കെ. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. അന്നേരം 5 എന്നുള്ള ഒരു ആൻസറിന് 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഗാന്ധിജി എത്ര പ്രാവശ്യം സമാധാന നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 5 തവണ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ കേരളം
സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുമായി റിലേറ്റഡ് ഫാക്ട് അടുത്ത ക്വസ്റ്റ്യനുകളിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഇത്രയും ക്വസ്റ്റ്യനുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ്, ഫ്രഞ്ച് റെവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നതും റൂസോയാണ്. അന്നേരം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരാണ്? റൂസോയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ട് ആണ്. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം, ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം 1789. പഠിക്കാൻ എളുപ്പമുണ്ട്. 789 1789. അന്നേരം ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം 1789. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തി ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തി ആരാണ്? ലൂയി 16 ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ഓക്കെ, ഇനി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഒരുപാടുണ്ട്, നമ്മൾ അതിൻ്റെ റിലേറ്റ് ക്വസ്റ്റ്യൻ മാത്രം, നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അന്നേരം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഇനി ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? നെപ്പോളിയൻ ആണ്. ഇനി ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയനും ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഓക്കെ, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ആരാണ്? ലൂയി 15. എന്നിട്ട് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ വ്യക്തി. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന നൽകിയ വാക്കുകൾ എന്തൊക്കെയാണ്? ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണ്? ലിബർട്ടി, എക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. ഇതാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന നൽകിയ വാക്കുകളാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ പറഞ്ഞതുപോലെ തന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത വാക്കുകൾ തിരിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് ആ ഒരു വേർഡ് ഇട്ട് തന്നിട്ട് ക്വസ്റ്റ്യൻ നേരെ തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത വാക്കുകളാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഒന്നുകൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം 1789, ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16. അടുത്ത ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. അടുത്തത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ഇനി എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത വാക്കുകളാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോൻ. എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോൻ.
സി അച്യുതമേനോനെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്നേരം കേരളത്തിൻ്റെ ആദ്യത്തെ മന്ത്രിസഭയും ആ മന്ത്രിസഭയിലെ മന്ത്രിമാരും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അതെന്താണ്ട് ഇവിടെ കുറച്ച് ആത്മകഥകളാണ് പറയാൻ പോകുന്നത്. സി അച്യുതമേനോൻ്റെ ആത്മകഥകളാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ. എന്താണ്? എൻ്റെ ബാല്യകാല സ്മരണകൾ. ഓക്കെ, അതായത് നമുക്ക് ഇതാണ്ടേ ഇതിനോട് ചേർത്ത് താഴോട്ട് കുറേ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്ന വേട് ചേർന്ന് വരുന്ന കുറച്ച് ആത്മകഥകളാണ്. തിരിഞ്ഞു നമുക്ക് പഠിക്കണം. അന്നേരം ബാല്യകാലത്ത് സി അച്യുതമേനോനെ അച്ചു എന്ന് വിളിച്ചു എന്ന് ഓർത്താൽ മതി. അച്ചു സ്മരണകൾ, അച്ചുവിൻ്റെ ബാല്യകാല സ്മരണകൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അന്നേരം ബാല്യകാല സ്മരണകൾ സി അച്യുതമേനോൻ. അടുത്തത് വീണ്ടും ഒരു സ്മരണയാണ് എൻ്റെ ജീവിത സ്മരണകൾ. ഇതാണ് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ എന്ന് എഴുതുമ്പം 8ാമത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? സി അച്യുതമേനോൻ. അടുത്തത് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. ഓക്കെ, നവോത്ഥാന നായകനാണ്. അന്നേരം എൻ്റെ ജീവിത സ്മരണ മന്നത്ത്, അതേ പഠിക്കാൻ നമുക്ക് നിവൃത്തിയുള്ള സ്മരണ മന്നത്ത് പത്മനാഭൻ. ബാല്യകാലമാകുമ്പം അച്യുതമേനോൻ്റെത് ബാല്യകാല സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ എന്ന് എഴുതുമ്പം എൻ്റെ എന്നാണ്, താഴോട്ടെല്ലാം അങ്ങനെ തന്നെയാണ്. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ നാടക സ്മരണകൾ പി ജെ ആൻ്റണി. ഒരു സിനിമാ നടനാണ് അദ്ദേഹം. ആദ്യ അവാർഡൊക്കെ മേടിച്ച വ്യക്തിയാണ്. അന്നേരം നിങ്ങൾ ഓർത്താൽ മതി, ഈ സിനിമാക്കാരൊക്കെ ആദ്യമേ നാടകത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഓർത്തോളൂ. അന്നേരം നാടക സ്മരണകൾ പി ജെ ആൻ്റണി. ചോദിച്ചിട്ടുള്ളതാണ് ഈ നാടക സ്മരണകൾ ആരുടേതാണ്? പി ജെ ആൻ്റണി. ഓക്കെ, അടുത്ത എൻ്റെ കാവ്യലോക സ്മരണകൾ. കാവ്യം, ഇവിടെ നിന്നാണ് പ്രാധാന്യം. കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഓക്കെ, പിന്നെ വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഒരുപാട് രചനകളുണ്ട്. കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, അങ്ങനെ കുറേ ഉണ്ട്. അദ്ദേഹം വയലിൻ്റെ അരിവിൽ ഇരുന്നു കാവ്യം എഴുതി ഓർത്താൽ മതി. കാവ്യലോക സ്മരണകൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഓക്കെ, അടുത്ത എൻ്റെ കലാജീവിതം പി ജെ ചെറിയാൻ. ചെറിയ കലാകാരൻ എന്ന് ഓർത്താൽ മതി. അന്നേരം ചെറിയ കലാകാരൻ, ചെറിയാൻ്റെ ഏതാണ്? കലാജീവിതം. എൻ്റെ കലാജീവിതം പി ജെ ചെറിയാൻ. എൻ്റെ വക്കീൽ ജീവിതം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് എൻ്റെ വക്കീൽ ജീവിതം. തകഴി ശിവശങ്കരപിള്ള, അദ്ദേഹം ഒരു വക്കീലായിരുന്നു. അന്നേരം ഓർത്തോണം, എൻ്റെ വക്കീൽ ജീവിതം തകഴി ശിവശങ്കരപിള്ള. അടുത്ത എൻ്റെ നാടുകടത്തിയത് ആരാ നമുക്കറിയാം? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അന്നേരം എൻ്റെ നാടുകടത്തൽ ആരുടേതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇനി എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർഗി. വഴി തിരിഞ്ഞത് കുന്നിൽ വെച്ച് നോർത്തോണം. ആരാണ്? എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർഗി. അടുത്ത എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട്. സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. അദ്ദേഹം എവിടാ? വഴിയമ്പലങ്ങളിൽ ഇരുന്ന ഈ സാഹിത്യങ്ങളൊക്കെ എഴുതി നിങ്ങൾ വിചാരിച്ചോ. എന്നിട്ട് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട്. ഇനി എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ. ഇങ്ങനൊരു കഥാപാത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്നേരം ഇത്തിരി കുതിപ്പും കിതപ്പും ഓർത്ത് വെച്ചാൽ മതി. അന്നേരം എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ്റെതാണ്. അന്നേരം എൻ്റെ മാത്രം ചേർന്ന് വരുന്ന ആത്മകഥയിലെ നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മകളിൽ വരുന്ന കുറേ ആത്മകഥകൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ എൻ്റെ വരുന്ന കുറച്ച് ആത്മകഥകൾ. എൻ്റെ ബാല്യകാല സ്മരണകൾ ആരുടേതാണ്? സി അച്യുതമേനോൻ്റെ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ നാടക സ്മരണകൾ പി ജെ ആൻ്റണി. എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അടുത്ത എൻ്റെ കലാജീവിതം പി ജെ ചെറിയാൻ. എൻ്റെ വക്കീൽ ജീവിതം തകഴി ശിവശങ്കരപിള്ള. എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്ത എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. അടുത്ത എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട്. അടുത്ത എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ വടക്കൻ. ഫാദർ ജോസഫ് വടക്കൻ എന്നാണ്. ഫാദർ ജോസഫ് വടക്കൻ. ഓക്കെ,
ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എയ്ഡ്സ് എന്ന രോഗത്തിൻ്റെ രോഗകാരി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. എയ്ഡ്സ് വൈറസ് രോഗം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എയ്ഡ്സ് എന്ന രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, കുറച്ച് വൈറസ് ഡിസീസാണ് നമ്മൾ എഴുതിയിട്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. താഴെ പറയുന്നവയിൽ വൈറസ് രോഗങ്ങൾ ഉൾപ്പെടുന്നതും ഉൾപ്പെടാത്തതും. ഏകദേശം വൈറസ് രോഗങ്ങളാണ് കൂടുതലും ഉള്ളത്. അത് പഠിച്ചു വെച്ചിട്ട് നമുക്ക് ബാക്ടീരിയയും ഫംഗസിനെയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അന്നേരം വൈറസ് രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എബോള, എയ്ഡ്സ്. എ വെച്ച് ഇവിടെ ഈ ആണ് സ്പെല്ലിങ് വരുന്നതെങ്കിലും നമ്മൾ മലയാളത്തിലേക്കൊന്ന് ഇട്ടാൽ എബോള, എയ്ഡ്സ്. എന്നിട്ട് രണ്ടും എന്താണ്? വൈറസ് രോഗം. അടുത്ത സാർസ്, മെർസ്. അല്ല, ഒരു സ് അല്ലേ? സാർസ്, മെർസ്, ഹെപ്പറ്റൈറ്റിസ്, മംസ്, MUMPS, മംസ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെർസ് എന്ന രോഗം വലിയ തരത്തിൽ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ ഇപ്പോൾ പഠിച്ചേ പറ്റൂ. COVID-19 എന്ന രോഗം വന്നപ്പം കൊറോണ വൈറസ് അതിന് കാരണമായി. അന്നേരം കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് മെർസ്. അതുപോലെ തന്നെയാണ് ഇത് സാർസ്. ഓക്കെ, അന്നേരം സാർസ്, മെർസ്, ഹെപ്പറ്റൈറ്റിസ്, മംസ്, മുണ്ടിനീര്, മംസ്. ഓക്കെ, എന്നിരുന്നാണ്ട് ഇത് ഇത്രയും നമുക്കൊന്ന് നോക്കാം. എബോള, എയ്ഡ്സ്, സാർസ്, മെർസ്, ഹെപ്പറ്റൈറ്റിസ്. സാർസ് എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ്. സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. അതിന് കാരണം കൊറോണ വൈറസ് ആണ്. മെർസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം എന്നാണ്. അതിന് കാരണമായ വൈറസ് കൊറോണ വൈറസ് തന്നെയാണ്. അതിന് COVID-19 കൂടാതെ കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന മറ്റു 2 രോഗങ്ങളാണ് സാർസും മെർസും. വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യകാലങ്ങളിൽ ഈ രോഗമില്ല, നമ്മുടെ പഠിക്കാനില്ലായിരുന്നു. പക്ഷേ കൊറോണ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഇതും കൂടെ ചോദിച്ചാൽ മെർസ്. അന്നേരം ഒന്ന് ഓർത്ത് നോക്കിയേ. എബോള, എയ്ഡ്സ്, സാർസ്, മെർസ്, ഹെപ്പറ്റൈറ്റിസ്. അടുത്ത 3 രോഗങ്ങളെ നമുക്ക് ഒറ്റയ്ക്കൊന്ന് പഠിച്ചു നോക്കാം. മംസ്, മീസിൽസ്, റൂബെല്ല. MMR വാക്സിൻ അതിൽപ്പെട്ട രോഗങ്ങളാണ് മംസ്, മീസിൽസ്, റൂബെല്ല. ഓക്കെ, ഏറ്റവും പ്രധാനം എയ്ഡ്സ്, എബോള പോലെ തന്നെ ഇത് 3 വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളാണ്. മംസ്, മുണ്ടിനീര്, മീസിൽസ്, 5-ാം പനി, റൂബെല്ല ഇംഗ്ലീഷ് മലയാളം അതേ പേര് തന്നെ. അടുത്തത് റാബിസ്, പേവിഷബാധ. റാബിസ്, പേവിഷബാധ. അടുത്ത ചിക്കൻ ബോക്സ്. റാബിസ്, ചിക്കൻ ബോക്സ്, H1N1, H1N1, H5N1. H1N1 പന്നിപ്പനി, ഇനി സ്വാൻ ഫ്ലൂ എന്നറിയപ്പെടുന്നുണ്ട്. H5N1 എന്താണ്? പക്ഷിപ്പനി. അത് ഏവിയൻ ഫ്ലൂ എന്നറിയപ്പെടുന്നു. ഇങ്ങനെ തന്നെ ചോദിക്കത്തുള്ളൂ. സ്വാനും ഏവിയൻ ഒന്നും ചോദിക്കത്തില്ല. H1N1ഉം H5N1 ഒന്നും ചോദിക്കുന്നുള്ളൂ. ഇത് രണ്ടും എന്താണ്? വൈറസ് രോഗം. ഓക്കെ, അടുത്തത് പോളിയോ. പോളിയോ വൈറസ് എന്ന് തന്നെയല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പോളിയോ. അടുത്ത സ്മാൾ പോക്സ്. അതിന് മലയാളം വസൂരി എന്നാണ്. സ്മാൾ പോക്സ് എന്താണ്? വസൂരി. തിരിഞ്ഞു പോകരുത്. എന്തായാലും 2 പോക്സും വൈറസിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. ചിക്കൻ പോക്സും സ്മാൾ പോക്സും. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് വരുമ്പം കോമൺ കോൾഡ്, ജലദോഷം, കോമൺ കോൾഡ്. അടുത്ത നമ്മുടെ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ട രോഗങ്ങളാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് COVID-19, നിപ്പ, സിഗ, എംപോക്സ്. COVID-19, നിപ്പ, സിഗ, എംപോക്സ്. മിക്കവാറും ഉള്ള പരീക്ഷകൾ ഈ ഒരു വൈറസ് രോഗങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. COVID-19, നിപ്പ, സിഗ, എംപോക്സ്. ഓക്കെ, അതിന് നോക്കിയേ. ഒന്നുകൂടെ രോഗങ്ങൾ വൈറസ് രോഗങ്ങളാണ് പ്രധാനപ്പെട്ടത്. എയ്ഡ്സിന് കാരണമായ വൈറസ് എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇമ്പോർട്ടൻ്റ് വൈറസ് ഡിസീസുകളാണ്. എബോള, എയ്ഡ്സ്, സാർസ്, മെർസ്, ഹെപ്പറ്റൈറ്റിസ്, മംസ്, മീസിൽസ്, റൂബെല്ല. അടുത്തത് റാബിസ്, ചിക്കൻ ബോക്സ്, H1N1, പോളിയോ, സ്മാൾ പോക്സ്. അടുത്ത കോമൺ കോൾഡ്, COVID-19, നിപ്പ, സിഗ, എംപോക്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. കുറച്ച് കായിക താരങ്ങളും അവർ ബന്ധപ്പെട്ട കായിക ഇനങ്ങളും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ
ഒളിമ്പിക്സും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് കായിക താരങ്ങളും അവർ ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനങ്ങളുമാണ്. ഒരുപാടുണ്ട്, കുറച്ച് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നോക്കിയേ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഡീഗോ മറഡോണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ഡീഗോ മറഡോണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. അടുത്ത കുറച്ച് കായിക താരങ്ങളും കായിക ഇനങ്ങളുമാണ്. പെലെ ഫുട്ബോള്, അടുത്ത വ്യക്തി ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോള്, ലയണൽ മെസ്സി ഫുട്ബോൾ. ഇതൊക്കെ വേൾഡ് ഫുട്ബോൾ താരങ്ങളാണ്. ആരാണ്? ഡീഗോ മറഡോണ, പെലെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി. ഇവർ 4 പേരും ഫുട്ബോളാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കുറച്ച് ഫുട്ബോൾ താരങ്ങളുണ്ട്. ഇതിൽ ബെഞ്ചമിൻ ബൂട്ടിയ, സുനിൽ ഛേത്രി, IM വിജയൻ. റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് IM വിജയൻ്റെ ക്വസ്റ്റ്യനും സുനിൽ ഛേത്രിയുടെ ക്വസ്റ്റ്യനുമാണ്. അന്നേരം ബെഞ്ചമിൻ ബൂട്ടിയ, സുനിൽ ഛേത്രി, IM വിജയൻ ഫുട്ബോൾ. ഓക്കെ, നമ്മുടെ ഒരു 1/2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഈ കിടക്കുന്നതൊക്കെ. നോക്കിയേ, ഏതൊക്കെയാണ്? മറഡോണ, പെലെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി, ബെഞ്ചമിൻ ബൂട്ടിയ, സുനിൽ ഛേത്രി, IM വിജയൻ തുടങ്ങിയവ ഫുട്ബോൾ താരങ്ങളാണ്. അടുത്തത് ബ്രയൻ ലാറ ക്രിക്കറ്റ്, കപിൽ ദേവ് ക്രിക്കറ്റ്, സച്ചിൻ ക്രിക്കറ്റ്, MS ധോണി ക്രിക്കറ്റ്, സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ്, വിരാട് കോഹ്ലി ക്രിക്കറ്റ്. വേറെയും താരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇത്രയും പേര്. ബ്രയൻ ലാറ ക്രിക്കറ്റ്, കപിൽ ദേവ് ക്രിക്കറ്റ്, സച്ചിൻ ക്രിക്കറ്റ്, MS ധോണി ക്രിക്കറ്റ്, സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ്, ഓക്കെ, വിരാട് കോഹ്ലി ക്രിക്കറ്റ്. ഇനി കുറച്ച് ടെന്നീസ് താരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. സ്റ്റെഫി ഗ്രാഫ് ടെന്നീസ്, റോജർ ഫെഡറർ ടെന്നീസ്. എന്നിട്ട് സ്റ്റെഫി ഗ്രാഫ്, റോജർ ഫെഡറർ ടെന്നീസ് താരങ്ങളാണ്. അടുത്തത് റാഫേൽ നദാൽ ടെന്നീസ്, നൊവാക് ജോക്കോവിച്ച് ടെന്നീസ്. ഇവർ ഇപ്പോഴത്തെ പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത 2 വ്യക്തികളാണ്. റാഫേൽ നദാലും ടെന്നീസാണ്, നൊവാക് ജോക്കോവിച്ചും ടെന്നീസാണ്. ഇനി സെറീന വില്യംസ് ടെന്നീസ്. സെറീന വില്യംസിനൊപ്പം ഒരു വ്യക്തിയും കൂടെ എൻ്റെ കൂടെ നമുക്ക് പഠിച്ചു പോകാം. വീനസ് വില്യംസ്. സഹോദരിമാരാണ്, 2 പേരും ടെന്നീസ് താരങ്ങളാണ്. സെറീന വില്യംസും വീനസ് വില്യംസും ടെന്നീസ് താരങ്ങളാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പം സാനിയ മിർസ. തിരിഞ്ഞു പോകരുത് ഈ ഒരു പേര്. സാനിയ മിർസ. സൈന നെഹ്വാൾ ഉണ്ടത് ബാഡ്മിൻ്റൺ താരമാണ്. ഇതെന്താണ്? സാനിയ മിർസ. തിരിഞ്ഞു പോകല്ലേ. സാനിയ മിർസ ടെന്നീസ് താരം. ലിയാണ്ടർ പേസ് ടെന്നീസ് താരം. ലിയാണ്ടർ പേസിനെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നിട്ടുണ്ട്, ഒന്ന് ഓർത്ത് നോക്കുക. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നിട്ടുണ്ട്. സാനിയ മിർസ ടെന്നീസ്, ലിയാണ്ടർ പേസ് ടെന്നീസ്. അങ്ങനെ ടെന്നീസ് താരങ്ങളെ ഒന്നുകൂടെ നോക്കിയേ. സ്റ്റെഫി ഗ്രാഫ്, റോജർ ഫെഡറർ, അടുത്ത വ്യക്തി റാഫേൽ നദാൽ, നൊവാക് ജോക്കോവിച്ച്, സെറീന വില്യംസ്, വീനസ് വില്യംസ്, സാനിയ മിർസ, ലിയാണ്ടർ പേസ് എന്നിവർ ടെന്നീസ് താരങ്ങളാണ്. അടുത്തത് മൈക്കിൾ ഫെൽപ്സ് നീന്തൽ. മൈക്കിൾ ഫെൽപ്സ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീന്തലാണ്. അടുത്ത മുഹമ്മദ് അലി ബോക്സിംഗ്. മുഹമ്മദ് അലി ബോക്സിംഗ് താരമാണ്. അടുത്തത് ഗ്യാരി കാസ്പറോവ് ചെസ്. ഗ്യാരി കാസ്പറോവ് ചെസ്. മാഗ്നസ് കാൾസൺ ചെസ്. ഗ്യാരി കാസ്പറോവ് ചെസ്, മാഗ്നസ് കാൾസൺ ചെസ്. മിതാലി രാജ് ക്രിക്കറ്റ്. ഒരു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ് ക്രിക്കറ്റ്. ഓക്കെ, ഗ്യാരി കാസ്പറോവ്, മാഗ്നസ് കാൾസൺ എന്നിവർ ചെസ്, മിതാലി രാജ് ക്രിക്കറ്റ്. മേരി കോം ബോക്സിംഗ്. മേരി കോം ബോക്സിംഗ് ആണ്. PV സിന്ധു, സൈന നെഹ്വാൾ ബാഡ്മിൻ്റൺ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞേ സാനിയ മിർസയും സൈന നെഹ്വാളും കൂടെ തിരിഞ്ഞു പോവില്. PV സിന്ധുവും സൈന നെഹ്വാളും ബാഡ്മിൻ്റൺ താരങ്ങളാണ്. അടുത്ത നീരജ് ചോപ്ര ജാവലിംഗ് ത്രോ. കഴിഞ്ഞ ഒളിമ്പിക്സ് മുതലേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ജാവലിംഗ് ത്രോ നീരജ് ചോപ്ര. ജാവലിംഗ് ത്രോ താരമാണ് നീരജ് ചോപ്ര. അടുത്ത PR ശ്രീജേഷ് ഹോക്കി. PR ശ്രീജേഷ് ഹോക്കി താരമാണ്. അന്നേരം ഗ്യാരി കാസ്പറോവ് ചെസ്, മാഗ്നസ് കാൾസൺ ചെസ്, മിതാലി രാജ് ക്രിക്കറ്റ്, മേരി കോം ബോക്സിങ്,
PV സിന്ധു ബാഡ്മിന്റൺ, സൈന നെഹ്വാൾ ബാഡ്മിന്റൺ, നീരജ് ചോപ്ര ജാവലിംഗ് ത്രോ, PR ശ്രീജേഷ് ഹോക്കി. ഇത്രയും കായിക താരങ്ങൾ നമ്മൾ കുറച്ച് പേരുടെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് അടുത്ത കുറച്ച് പഠിക്കാൻ വേണ്ടി മാത്രം കുറച്ച് പേരുടെ പേര് അടുത്ത വീഡിയോ ക്ലാസ്സിൽ അടുത്ത കുറച്ച് പേരുടെ പേര് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യം തൊട്ട് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു പോകാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം. അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ പാലക്കാട്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ പത്തനംതിട്ട. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ ഇടുക്കി. അടുത്ത വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ. UNO ന്യൂയോർക്ക്. UNOയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവ സ്വിറ്റ്സർലൻഡ്. IMF വാഷിംഗ്ടൺ DC. വേൾഡ് ബാങ്ക് വാഷിംഗ്ടൺ DC. യുനെസ്കോ പാരീസ് ഫ്രാൻസ്. യുനെസ്കോ ഫുൾ നെയിം യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. WTO ആസ്ഥാനം ജനീവ. യുനിസെഫ് ആസ്ഥാനം ന്യൂയോർക്ക്. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് UNDP ന്യൂയോർക്ക്. UNEP നെയ്റോബി കെനിയ. അടുത്ത ഇസ്രായേലിന്റെ പാർലമെന്റിന്റെ പേര് നെസറ്റ്. രാജ്യങ്ങളും പാർലമെന്റുകളും USA കോൺഗ്രസ്, ഇറാൻ മജ്ലിസ്, ജപ്പാൻ ഡയറ്റ്, റഷ്യ ഡ്യൂമ, നേപ്പാൾ നാഷണൽ പഞ്ചായത്ത്, ഫ്രാൻസ് നാഷണൽ അസംബ്ലി. അടുത്ത ബ്രസീൽ നാഷണൽ കോൺഗ്രസ്, ബ്രിട്ടൻ പാർലമെന്റ്, ചൈന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്, ഓസ്ട്രേലിയ ഫെഡറൽ പാർലമെന്റ്, ഓസ്ട്രിയ ഫെഡറൽ അസംബ്ലി. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേര് മക്മോഹൻ രേഖ. അതിർത്തി രേഖകളും ലോക രാഷ്ട്രങ്ങളും. അടുത്ത റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ. ഡ്യൂറന്റ് രേഖ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. പാക് കടലിടുക്ക് ഇന്ത്യ ശ്രീലങ്ക. 8 ഡിഗ്രി ചാനൽ ഇന്ത്യ മാലിദ്വീപ്. തീൻ ബേഗ കോറിഡോർ ഇന്ത്യ ബംഗ്ലാദേശ്. മാജിനോട്ട് രേഖ ജർമ്മനി ഫ്രാൻസ്. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മല കൊല്ലം. അടുത്തത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മല കൊല്ലം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ഇത് ചെന്തുരുണി. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ്. ഗാന്ധിജിയെ വധിച്ച തീവ്രവാദിയാണ് സാധുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറില്. ജനനം 1869 ഒക്ടോബർ 2. മരണം 1948 ജനുവരി 30. അടുത്ത ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലം ബിർള ഹൗസ് ന്യൂഡൽഹി. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേറ. ഗാന്ധിജി എത്ര പ്രാവശ്യം സമാധാന നോബലിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ മൈ എക്സ്പെരിമെന്റ് വിത്ത് ട്രൂത്ത്. അടുത്തത് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. അടുത്ത ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷം 1789. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ലൂയി 16. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. അടുത്ത ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് സംഭാവന ചെയ്ത വാക്കുകളാണ് ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെ ആത്മകഥ? സി അച്യുതമേനോൻ.
എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ നാടക സ്മരണകൾ PG ആന്റണി. എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അടുത്ത എൻ്റെ കലാജീവിതം PJ ചെറിയാൻ. എൻ്റെ വക്കീൽ ജീവിതം തകഴി ശിവശങ്കരപിള്ള. എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർഗി. എൻ്റെ വഴിയമ്പലങ്ങൾ SK പോറ്റക്കാട്. എൻ്റെ കുതിപ്പും കിതപ്പും ഫാദർ ജോസഫ് വടക്കൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എയ്ഡ്സ് എന്ന രോഗത്തിൻ്റെ രോഗകാരി ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഇമ്പോർട്ടൻറ്റ് വൈറസ് ഡിസീസ്: എബോള, എയ്ഡ്സ്, സാർസ്, മെർസ്, ഹെപ്പറ്റൈറ്റിസ്, മംസ്, മീസിൽസ്, റൂബല്ല, റാബിസ്, ചിക്കൻ ബോക്സ്, H1N1, H5N1, പോളിയോ, സ്മാൾ ബോക്സ്, കോമൺ കോൾഡ്, COVID-19, നിപ്പ, സിക്ക, എംബോക്സ്. ഡീഗോ മറഡോണ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. കായിക താരങ്ങളും ഇനങ്ങളും: പെലെ ഫുട്ബോൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ, ലയണൽ മെസ്സി ഫുട്ബോൾ, ബെഞ്ചമിൻ ബൂട്ടിയ ഫുട്ബോൾ, സുനിൽ ഛേത്രി ഫുട്ബോൾ, IM വിജയൻ ഫുട്ബോൾ. ബ്രയൻ ലാറ ക്രിക്കറ്റ്, കപിൽ ദേവ് ക്രിക്കറ്റ്, സച്ചിൻ ക്രിക്കറ്റ്, MS ധോണി, സുനിൽ ഗവാസ്കർ, വിരാട് കോഹ്ലി ക്രിക്കറ്റ്. സ്റ്റെഫി ഗ്രാഫ് ടെന്നീസ്, റോജർ ഫെഡറർ ടെന്നീസ്, റാഫേൽ നദാൽ ടെന്നീസ്, നൊവാക് ജോക്കോവിച്ച് ടെന്നീസ്, സെറീന വില്യംസ് ടെന്നീസ്, ടാനിയ മിർസ ടെന്നീസ്, ലിയാൻഡർ പേസ് ടെന്നീസ്, മൈക്കിൾ ഫെൽപ്സ് നീന്തൽ, മുഹമ്മദ് അലി ബോക്സിംഗ്. ഗ്യാരി കാസ്പ്രോവ് ചെസ്, മാഗ്നസ് കാൾസൺ ചെസ്, മിത്താലി രാജ് ക്രിക്കറ്റ്, മേരി കോം ബോക്സിംഗ്, PV സിന്ധു ബാഡ്മിൻ്റൺ, സൈന നെഹ്വാൾ ബാഡ്മിൻ്റൺ, നീരജ് ചോപ്ര ജാവലിംഗ് ത്രോ, PR ശ്രീജേഷ് ഹോക്കി. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നതിന് വരെ താങ്ക്സ്.